നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ശിലാമനുഷ്യൻ, സസ്യമനുഷ്യൻ, മൃഗമനുഷ്യൻ, മനുഷ്യമനുഷ്യൻ എന്നിങ്ങനെ 4 മനുഷ്യരിൽ മൃഗമനുഷ്യന് ഗതിവേഗമുണ്ട്. അന്യർക്ക് ശാരീരികമായും മാനസികമായും വ്യഥയോ സുഖമോ അഥവാ നന്മയോ തിന്മയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഉണ്ടാകാൻ കാരണമാകുന്ന അവസ്ഥ. ഉപഭോഗ സംസ്കാരത്തിലാണ് അഭിരുചി. വിവിധ വിജ്ഞാനങ്ങൾ ഉണ്ടാകും, പക്ഷേ വിവേകജ്ഞാനമോ ആത്മബോധമോ ഉണ്ടാകില്ല. ഈ അവസ്ഥയിലാണ് 99% മനുഷ്യരും. ഇതിനെ ശാസ്ത്രയുഗമെന്ന് പറയാം. ഈ ശാസ്ത്രയുഗത്തിലാണ് ഭൗതിക ഐശ്വര്യങ്ങളും വിജ്ഞാനങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. കിട്ടുന്നതെല്ലാം കടിച്ച് മുറിച്ച് അകത്താക്കും. പലപ്പോഴും ദഹനക്കേടും ഉണ്ടാകും. സ്വീകാര്യ മനോഭാവത്തിനുപരി നിഷേധ നിലപാടാണ് ഈ അവസ്ഥയുടെ പ്രത്യേകത. കണ്ടെത്തലുകൾ, വിവിധ വിജ്ഞാനങ്ങൾ പലതും നന്മയായും തിന്മയായും കലാശിക്കും. സന്തോഷവും സന്താപവും ജനിപ്പിക്കും. ഇനി ഗുരുവചനം കേൾക്കാം. വലിയ ത്യാഗങ്ങൾ കൊണ്ടേ വലിയ സംഗതികൾ ചെയ്യാൻ കഴിയൂ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച മാതൃപഞ്ചകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. ആസ്താം താവദീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥാ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാ ച സംവത്സരീ ഏകസ്യാപി ന ഗർഭഭാരഭരണ ക്ലേശസ്യ യസ്യാക്ഷമഃ ദാതും നിഷ്കൃതിമുന്നതോപി തനയസ്തസ്യൈ ജനന്യൈ നമഃ. സന്ധ്യാദീപം. തുടർന്ന് ശ്രീ ശങ്കരാചാര്യ രചിച്ച കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതം. ശ്രീ ശങ്കര കൃതികളിൽ മാതൃപഞ്ചകം ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അമ്മയുടെ മഹിമ, ആ മഹിമയെ കീർത്തിക്കുന്നതാണ് ഈ കൃതി. എത്ര ഉന്നതനായ വ്യക്തിയാണെന്ന് സ്വയം അഭിമാനിച്ചാലും, ഈ ലോകത്തിൽ ഏതെല്ലാം പദവികളിൽ നിലകൊള്ളുന്നവനാണെങ്കിലും അമ്മ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പ്രതിക്രിയ ചെയ്യാൻ ആർക്കും സാധ്യമല്ല. ആ ഒരു മാതൃമഹിമ പറഞ്ഞുകൊണ്ടാണ് മാതൃപഞ്ചകം ആരംഭിക്കുന്നത്. നോക്കൂ, ആസ്താം താവദീയം പ്രസൂതി സമയേ
ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാച സംവത്സരീ ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതിമുന്നതോപി തനയഃ തസ്യൈ ജനന്യൈ നമഃ. ആസ്താം താവദിയം പ്രസൂതിസമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാച സംവത്സരീ ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതിമുന്നതോപി തനയഃ തസ്യൈ ജനന്യൈ നമഃ. തസ്യൈ ജനന്യൈ നമഃ. തസ്യൈ അവൾക്കായിക്കൊണ്ട്, ജനന്യൈ ജനനിക്കായിക്കൊണ്ട്, അമ്മയ്ക്കായിക്കൊണ്ട്, നമഃ നമസ്കാരം. അപ്പോൾ തസ്യൈ ജനന്യൈ നമ എന്ന് ഒന്നിച്ചർത്ഥം പറഞ്ഞാൽ ആ അമ്മയ്ക്കായിക്കൊണ്ട് നമസ്കാരം, അങ്ങനെയുള്ള അമ്മയ്ക്കായിക്കൊണ്ട് നമസ്കാരം. അമ്മയെ നമസ്കരിക്കുകയാണ്. അമ്മയാണ് ആദ്യം നമസ്കരിക്കപ്പെടേണ്ടവൾ. കാരണം പ്രഥമ ഗുരുവും പ്രഥമ ദേവതയും അമ്മയാണ്. അപ്പോൾ ഇവിടെ അമ്മയുടെ മഹിമ, അതുപോലെ എത്ര ഉന്നതനായ വ്യക്തിക്കും അമ്മയോടുള്ള കടം വീട്ടാൻ സാധിക്കില്ല എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. നോക്കൂ, ആസ്താം താവദിയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ. പ്രസൂതി സമയേ, പ്രസവിക്കുന്ന സമയത്ത്. പ്രസൂതി പ്രസവം, ഷൂങ് പ്രാണിപ്രസവേ എന്ന് ധാതു. അപ്പോൾ പ്രസൂതി സമയത്തിൽ, പ്രസവിക്കുന്ന സമയത്ത് അമ്മ അനുഭവിച്ച വേദന എത്രയാണ്? ദുർവാരശൂലവ്യഥ, തടയാൻ കഴിയാത്ത, ആർക്കും തന്നെ തടയാൻ കഴിയാത്ത ശൂലവ്യഥയാണ്. വേദനയുടെ ദുഃഖം, വേദനയുടെ ക്ലേശം. നമ്മളെയൊക്കെ പ്രസവിക്കുന്ന സമയത്ത് അമ്മ അനുഭവിച്ച വേദന നമുക്കാർക്കും ചിന്തിക്കാൻ കഴിയുന്നതല്ല. അത്ര വലിയ വേദന അനുഭവിച്ചിട്ടാണ് അമ്മ നമ്മളെ പ്രസവിച്ചത്. ഇവിടെ പറയുകയാണ് താവതീയം ആസ്താം, അതവിടെ ഇരിക്കട്ടെ, ആ വേദന അവിടെ ഇരിക്കട്ടെ. അതിനേക്കാൾ എന്തെല്ലാം സഹിച്ചു അമ്മ. അത് തന്നെ നമുക്ക് ചിന്തിച്ചാൽ ഒരിക്കലും ആ കടം നമുക്ക് വീട്ടാൻ കഴിയില്ല എന്ന് മനസ്സിലാവും. കാരണം അത്ര വേദന സഹിച്ചിട്ടാണ് അമ്മ നമ്മളെ ഓരോരുത്തരെയും പ്രസവിച്ചത്. അപ്പം അതാണ് പറയുന്നത്, പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ ഇയം താവദാസ്താം. ഇയം ഈ ഒരു വേദന, ഇപ്പോൾ ഇവിടെ വർണ്ണിക്കുന്ന വേദന അവിടെ ഇരിക്കട്ടെ, ആസ്താം അവിടെ ഇരിക്കട്ടെ. പിന്നെയോ നൈരുച്യം തനുശോഷണം. അതിനു മുമ്പ് നമ്മളെ ഗർഭത്തിൽ വഹിക്കുന്ന സമയത്ത് 10 മാസക്കാലം, 10 മാസം എന്ന് നമ്മൾ പറയുമ്പോൾ നക്ഷത്രമാസം വെച്ചിട്ടാണ് കൂട്ടുന്നത്. മനുഷ്യനെ സംബന്ധിച്ച് 280 ദിവസം, 10 ദിവസം കൂടുകയോ കുറയുകയോ ചെയ്യട്ടെ. ഇപ്പോൾ 270 മുതൽ 290 വരെയുള്ള ദിവസങ്ങൾ നമുക്ക് 10 മാസം എന്ന് പറയാം. ഇത്രയും കാലം നൈരുച്യം, രുചിയില്ലായ്മ. ഇപ്പോൾ ഗർഭിണിയായതോടുകൂടി അമ്മയ്ക്ക് രുചിയില്ലായ്മ വന്നു. ഭക്ഷണങ്ങൾ കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. എന്നാലോ തൻ്റെ ഗർഭത്തെ പോഷിപ്പിക്കാൻ വേണ്ടി അമ്മ കഴിക്കും, ഇഷ്ടമില്ലാതെ കഴിക്കും, കഷ്ടപ്പെട്ട് കഴിക്കും. അപ്പം ഛർദ്ദിച്ചെന്ന് വരും, ക്ലേശമനുഭവിക്കും. ഇങ്ങനെ എന്തെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ നമ്മളെ പരിപാലിച്ചത് ഗർഭത്തിൽ. നൈരുച്യം തനുശോഷണം, മെലിയുക, തനു ശരീരം, തനു ശോഷിക്കുക. ഗർഭത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അമ്മ എത്രമാത്രം മെലിഞ്ഞു, എത്രമാത്രം ക്ഷീണിച്ചു. നിത്യവും പല ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഗർഭത്തിൻ്റെ ആദ്യകാലം അമ്മ നമ്മളെ വഹിച്ചത്. അതിനെ മുഴുവൻ ഓർമ്മിച്ചുകൊണ്ടാണ് നൈരുച്യം തനുശോഷണം എന്ന് 2 പറഞ്ഞത്. ഇതിൽ കൂട്ടിച്ചേർക്കേണ്ടത് മറ്റൊട്ടനേകമുണ്ടാകും. അത് വേണ്ടതുപോലെയുള്ള ഉറക്കമില്ലായ്മയാകട്ടെ, അല്ലെങ്കിൽ ഛർദിയാകട്ടെ,
ക്ഷീണമാകട്ടെ, ഒട്ടനവധി ക്ലേശങ്ങൾ. എന്നല്ല അമ്മ മറ്റെല്ലാ കർത്തവ്യങ്ങളെയും ഗർഭപാലനത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. എന്നാൽ ലൗകികമായി അതൊക്കെ മാറ്റിവെക്കാൻ കഴിയുമോ? ഇല്ല. അപ്പം ഭാരം സഹിച്ച് മറ്റെല്ലാ കർത്തവ്യങ്ങളും ചെയ്യുന്നതോടൊപ്പം എന്നെയും അമ്മ ഗർഭത്തിൽ വഹിച്ചു. അത് കഴിഞ്ഞോ എത്രമാത്രം വേദന സഹിച്ച് പ്രസവിച്ചു. പ്രസവാനന്തരം മലമയീ ശയ്യാച സംവത്സരീ, സംവത്സരം നീണ്ടു നിൽക്കുന്ന, ചുരുങ്ങിയത് 1 കൊല്ലക്കാലമെങ്കിലും നീണ്ടു നിൽക്കുന്ന മലമയീ ശയ്യ, മലമയിയായ കിടപ്പാണ് അമ്മയുടേത്. അമ്മയുടെ ശയ്യ മല നിറഞ്ഞതാണ്. കാരണം കുട്ടികൾ മലം മൂത്രം വിസർജിച്ചുകൊണ്ടേയിരിക്കും. ഈ മലത്തിലും മൂത്രത്തിലുമാണ് അമ്മ കിടന്നത്. ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കണം. എത്ര വൃത്തിയാക്കിയാലും പിന്നെയും കുഞ്ഞ് മലവിസർജനം ചെയ്യും, മൂത്രവിസർജനം ചെയ്യും. അപ്പോൾ അമ്മയുടെ ശയ്യ അതുതന്നെയാണ്. ഇങ്ങനെ അമ്മ 1 വർഷമെങ്കിലും ചുരുങ്ങിയത് മലത്തിലും മൂത്രത്തിലും കിടന്നു. ഇതെല്ലാം എനിക്ക് വേണ്ടി സഹിച്ചതാണ്. തുടർന്ന് വീണ്ടും അമ്മ അനുഭവിച്ച ക്ലേശങ്ങളെ പറയുന്നു, അതിനെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയാണ് മാതൃപഞ്ചകം മുന്നോട്ട് പോകുന്നത്. നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. സ്വാമിനാമം ജപിച്ചുണരും സാന്ത്വന സന്ധ്യകളെ, തിരുസ്വാമിനാമം ജപിച്ചുണരും സാന്ത്വന സന്ധ്യകളെ, നിന്റെ തിരുനടയിൽ ഞാൻ പാടും ഭജനകളിൽ നീലയിച്ചു. സ്വാമിനാമം ജപിച്ചുണരും സാന്ത്വന സന്ധ്യകളെ.